ഹായ് ഹലോ ദിസ് ഈസ് ഉnnisivan ഹിയർ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇന്ന് ഒരുപാട് സാധ്യതകൾ ഉണ്ട്. കാരണം ലോകത്ത് എവിടെയുള്ള ക്ലയൻറ്റിന് വേണ്ടിയിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ലോകത്ത് എവിടെ വേണമെങ്കിലും ക്ലയൻറ്റ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റീറ്റെയിൽ ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ആയാലും നമുക്ക് ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഫൈവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്താണെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സിനായാലും അതുപോലെ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നവർക്കാണെങ്കിലും ഡാറ്റ എൻട്രി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ അതേപോലെ തന്നെ ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റുകളിലേക്ക് വേണ്ടിയിട്ടും ഫോട്ടോഗ്രാഫി ഒരുപാട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാറുണ്ട്. ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ നോക്കി, അതിൻ്റെ റിവ്യൂ നോക്കി, ആ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫോട്ടോകളൊക്കെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ആ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് ഒരു കസ്റ്റമറുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള സൈറ്റുകളിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യണത് എന്നുള്ള പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഡെമോ നോക്കിയാലോ. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു MIയുടെ ഗ്ലാസ്സാണ്. ഇതാണ്, ഈ ഗ്ലാസ്സാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ MIയുടെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പം ഇഷ്ടം തോന്നി വാങ്ങിയതാണ്. ഒരു ഗ്ലാസ് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് MIയുടെ ഷോപ്പിൽ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ഗ്ലാസ് കണ്ടപ്പം വാങ്ങിച്ചു. ഓൺലൈനിലൊക്കെ നോക്കിയിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ട് പോയപ്പോഴാണ് ഇത് കണ്ടത്. പോളറൈസ്ഡ് സൺഗ്ലാസ്സാണ്. അപ്പം എന്താണ്, വലിയ വിലയൊന്നുമില്ല, 1000 rupees ഉള്ളൂ. പക്ഷേ അത് യൂസ് ചെയ്തിട്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഗ്ലാസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഓൺലൈനിൽ ഫോട്ടോകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്കൊരു ഡെമോ ചെയ്ത് നോക്കാം. ആമസോൺ ഇമേജ് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മളീ കാണുന്നത്. അതായത് ആമസോണിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്, ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കും ആവശ്യമുണ്ട്. ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മിന്ത്ര ആണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് ഈ ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് സൺഗ്ലാസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആമസോണിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പം കിട്ടിയ ഗ്ലാസ്സസ് ആണ് ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ മോഡലിൽ തന്നെയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആമസോണിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസ്സുകളുടെ 4 ഡിഫറെൻറ്റ് പോസസ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതേപോലെ ഇപ്പം ഗ്ലെയർ ഇട്ടിട്ടും ഗ്ലെയർ ഇടാതെയൊക്കെ കാണാം. ഇപ്പോൾ ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ ഗ്ലെയർ ഇട്ടിട്ടുണ്ട്, ഈ ഫോട്ടോയിൽ ഗ്ലെയർ ഇല്ല. അപ്പോൾ ഈ 2 സ്റ്റൈലിലും ഉള്ള ഫോട്ടോകൾ നമുക്കിതിൽ കാണാം. അപ്പോൾ നമുക്ക് ഒന്ന് ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നോക്കാം. 70-200 ലെൻസിലാണ് നമ്മളിന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. അതായത് അതിലൊരു ഡസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ അത് കൈകൊണ്ടെടുക്കുമ്പോൾ നമ്മുടെ തമ്പ് വരും, അതുപോലെ സ്ക്രാച്ച് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്പം നമ്മളാണെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളത് സൂം ചെയ്തൊക്കെ നോക്കും. അപ്പം അതിൽ അങ്ങനെയുള്ള മാർക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളത് വളരെ ക്ലീൻ ചെയ്ത് അത് എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴൊക്കെ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം.
അതുപോലെ നമ്മൾ സോഫ്റ്റ് ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലൈറ്റപ്പ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റിന് ലൈറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ 2 സോഫ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. 2 ബോക്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് ചെയ്തേക്കുന്നത് ലൈറ്റ് 2 വോളിലേക്ക് തിരിച്ചാണ് വെച്ചേക്കുന്നത്. ബോക്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു പ്രോഡക്റ്റാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബെഡ് എന്ന് പറയുന്നത് വലിയ ഒരു സൈസാണ്. അപ്പം നമ്മൾ റിഫ്ലക്റ്റീവ് ലൈറ്റാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വലുതായതുകൊണ്ട് ഈ ഏരിയ ഫുള്ള് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിഫ്ലക്റ്റ് ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. കൂടുതൽ ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബെഡ് ചെയ്തപ്പം. ഈ പ്രാവശ്യം നമ്മൾ ചെറിയൊരു പ്രോഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പാർച്ചർ നമ്മൾ 11 ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഷട്ടർ സ്പീഡ് 100 ആണ്. ISO 100 ആണ്. അതുപോലെ തന്നെ നമ്മൾ കളർ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 4700 ആണ് വെച്ചിട്ടുള്ളത്. 4700 കെൽവിനിലാണ് നമ്മൾ എല്ലാ ഫോട്ടോസും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സെറ്റിങ് 3.5ലാണ് വെച്ചിട്ടുള്ളത്. 2 ലൈറ്റും 3.5ലാണ് വെച്ചിട്ടുള്ളത്. 4 പാറ്റേണിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4 പാറ്റേണിലാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്, ഫ്രെയിം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യത്തെ പാറ്റേണിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോ ഓക്കെ, അത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഫ്രെയിമിങ്ങിലേക്ക് നമുക്ക് പോവാം. സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്യാമറ കുറച്ച് ഹൈ ആംഗിളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കുറച്ചൊരു ഹൈ ആംഗിളിലാണ് ആ ഒരു ഫ്രെയിമിങ്. അതുപോലെ നമ്മൾ എപ്പോഴും ലൈറ്റ് ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റുകൾ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ 2 സൈഡിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്താൽ മാത്രമേ ആ പ്രോഡക്റ്റിന് ഒരു ബ്യൂട്ടി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഫ്ലാറ്റായി പോകും. നേരിട്ട് നമ്മൾ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ലൈറ്റായി പോകും. അപ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവില്ല കാണാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എപ്പോഴും 2 സൈഡിൽ നിന്ന് എപ്പോഴും ലൈറ്റപ്പ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം ചില പ്രോഡക്റ്റുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മാറ്റി ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2 സൈഡിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ആ ഫ്രെയിം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് പോവാം. അതും ആ ആംഗിളും നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആംഗിളിലേക്ക് പോകാം. ഇതൊന്ന് ഈ ഗ്ലാസ് ഒരു ഹൈറ്റിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂൽക്കമ്പി ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നൂൽക്കമ്പി ആകുമ്പം നമുക്ക് കുറച്ച് ബലം കിട്ടും. അപ്പോൾ അത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഓരോ പ്രോഡക്ട്സിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ പല രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ നൂൽക്കമ്പി ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ എയറിൽ നിൽക്കുന്ന പോലത്തെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ചെറിയ ഒരു ആ നൂൽക്കമ്പി അതിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടുള്ളത് അറിയാൻ പറ്റും. പക്ഷേ നമ്മളത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആ ഏരിയ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ പ്രോഡക്ട്സ് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്ട്സ്. നമ്മൾ ഇതിലിപ്പോൾ ഗ്ലെയർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഗ്ലെയർ ഇല്ലാത്ത ഒരു വേർഷനും കൂടിയിട്ട് ഇതിനകത്തിടാം. ഏതാണ് നല്ലതെന്ന് നമുക്ക് എന്നിട്ട് നോക്കാം. ഇതാണ് നമ്മൾ ഗ്ലെയർ ഇടാതെ ചെയ്തിട്ടുള്ളത്. മറ്റേ നമ്മൾ ഗ്ലെയർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലെയർ ഇടാതെ നോർമലി ഉള്ള ഫ്രെയിംസാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടമായത് നമ്മൾ ഗ്ലെയർ ഇട്ട് ചെയ്തതാണ്. കാരണം കുറച്ചുകൂടി കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് അതിനുണ്ട്.
നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പറയാം കുറച്ചും കൂടെ അതായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇതായിരുന്നു നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്ക് 2 രീതിയിലും നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്ലെയർ എഫക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വരുമ്പം നമുക്ക് ഇത് ഗ്ലെയർ വേണ്ട എന്ന് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ കുറേ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അതിന് നല്ലത് നമ്മൾ ഫ്ലാറ്റാക്കി എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഗ്ലെയർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.